ഫാമിലിയെ സഹായിക്കണം, അവരുടെ വീട് വിറ്റ് കൊടുക്കണം. അതിന് നമ്മൾ ഒരു പരസ്യം പറയണമെന്ന് പറഞ്ഞാണ് നമ്മൾ അവിടെ ചെന്നത്. ആ ഫാമിലി മുന്നോട്ട് വരാൻ നേരത്തതാണ്. പക്ഷെ അന്ന് അവര് ക്യാമറ വന്നപ്പോൾ തന്നെ അവര് ഫേസ് ചെയ്തില്ല. ഞാനാണ് ശരി, രേണുചേച്ചിയാണ് ശരി, അതിന്റെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് നമുക്ക് അതിങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്ന ഇപ്പോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്ന കാര്യം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലായിട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കാർക്കും അറിയില്ല. അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ രേണുസുധിയുടെ കൂട്ടുകാരനായ പ്രതീഷ് മാപ്പ് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുസുധിയും രേണുസുധിയുടെ കൂടെ ആൽബത്തിൽ അഭിനയിക്കുന്ന പ്രതീഷുമായിട്ട് ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പാണ്ടിക്കാട് കുഞ്ഞൻ ലക്കി ഡ്രോ മോഡലിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലൊരു സംഭവമാണ് ഇതും. 500 രൂപയുടെ ഒരു കൂപ്പൺ എടുക്കുകയാണെങ്കിൽ അതിൽ വിന്നർ ആവുന്ന ഒരാൾക്ക് വീടാണ് കിട്ടാൻ പോകുന്നത്. പിന്നെ കാറ്, ബൈക്ക്, കുറെ സ്വർണ്ണ നാണയങ്ങൾ തുടങ്ങിയ സമ്മാനങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ രേണുവും പ്രതീഷും കൂടെ ആ ഒരു വീഡിയോ ചെയ്തത്. ഇതേ മോഡല് ലക്കി ഡ്രോ പരിപാടി നടത്തി, ആ ഒരു തട്ടിപ്പ് നടത്തി പ്രൊമോഷൻ ചെയ്ത പാണ്ടിക്കാട് കുഞ്ഞാൻ എയറിൽ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് രേണുവും പ്രതീഷും ഈ പ്രൊമോഷനുമായിട്ട് വന്നത്. ഇതൊരു ഉടായ്പ പരിപാടിയാണെന്നും കേരളത്തിൽ ഇത് ഇല്ലീഗൽ ആണെന്ന് അറിഞ്ഞിട്ടും ഇവര് എന്തിന് ഇതിന് കൂട്ടുനിന്നു എന്നുള്ളതാണ്. ശരിക്കും ഇത് വീഡിയോ അപ്ലോഡ് ചെയ്ത് ഇൻസ്റ്റയിലായിരുന്നു അപ്ലോഡ് ചെയ്ത് കുറച്ച് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് മനസ്സിലായി എന്തൊക്കെയോ പന്തികേടുണ്ടെന്ന്. എല്ലാരും കുഞ്ഞാൻ പാണ്ടിക്കാടിന്റെ തട്ടിപ്പ് കണ്ട് പണ്ടാരം അടങ്ങി നിൽക്കുന്ന സമയത്താണെന്ന് ഓർക്കണം. അതിനിടയ്ക്ക് ഇതേ ഉടായ്പ പരിപാടി പിന്നെയും പൊക്കിക്കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തായാലും ആ ഒരു വിഷയം നടക്കുന്ന സമയത്ത് ഇവർക്കും അതിനെതിരെ നല്ല രീതിയിൽ നെഗറ്റീവ് കമന്റ് വരുമെന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് അവരെങ്ങനെ ചെയ്തത്. ആരായാലും നെഗറ്റീവ് കമന്റ് ഇടുമെന്ന് ഉറപ്പുള്ള കാര്യമല്ലേ. എന്തായാലും പണി പാളിയെന്ന് മനസ്സിലായ രേണുവും പ്രതീഷും ആ ഒരു വീഡിയോ അങ്ങ് ഇല്ലാണ്ടാക്കി. എന്നിട്ട് പിന്നെ മാപ്പ് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. എന്തായാലും ആദ്യം പ്രതീഷിന്റെ മാപ്പ് പറച്ചിലൊന്ന് കേട്ടു നോക്കാം. നമസ്കാരം, എന്റെ ഒരു പ്രതീക്ഷയാണ്. അപ്പൊ ഞാൻ വേറെ ഒന്നല്ല, ജസ്റ്റ് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് ഞാനൊരു നറുക്കെടുപ്പിന്റേതായിട്ടുള്ള ഒരു നറുക്കെടുപ്പിന്റേതായിട്ടുള്ള സംഭവം ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അപ്പൊ തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ വീഡിയോ ഭയങ്കരമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പൊ അതിന്റെ സത്യാവസ്ഥ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അറിയിക്കാൻ വേണ്ടി വന്നതാണ്. ഞാനാണ് ശരി, രേണുചേച്ചിയാണ് ശരി, അതിന്റെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് നമുക്ക് അതിങ്ങനെ ഒരു ഇഷ്യൂ ഇപ്പോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്ന കാര്യം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലായിട്ട് ഞങ്ങൾക്ക് ഓക്കെ, ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നു എന്ന് അറിഞ്ഞില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കുഞ്ഞാൻ പാണ്ടിക്കാടിന്റെ തട്ടിപ്പ് പരിപാടി സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വരെ അറിഞ്ഞ കാര്യമാണ്. അത്രയും ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവവും കൂടിയാണ്. ആ ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയം ആ ഒരു കാര്യം തന്നെയായിരുന്നു. ശരിക്കും യൂട്യൂബില് റിയാക്ഷൻ ചാനലിലൊക്കെ ഇത് തന്നെയായിരുന്നു എല്ലാവരുടെയും കണ്ടന്റ്. സോഷ്യൽ മീഡിയയുടെ കാര്യം പോട്ടെ, അല്ലാണ്ട് ഓരോരുത്തര് പിന്നെ ഈ ചായ കുടിക്കാൻ വരുന്നവരും അങ്ങനെ ഈ ഓരോ ഗ്യാങ് കൂടുമല്ലോ, അവരുടെ ഇടയിലും സംസാരം ഇത് തന്നെയായിരുന്നു. എന്റെ ഹസ്ബൻഡ് പറയുന്നുണ്ടായിരുന്നു, പെരുന്നാൾ നിസ്കാരത്തിന് പള്ളിയിൽ പോയപ്പോ പോലും അവിടെയും ഇതായിരുന്നു ചർച്ച ചെയ്യുന്നത്. ഉസ്താദ് വരെ പള്ളിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഇജാതി ഉടായ്പ പരിപാടികൾക്കൊന്നും കൂട്ടു നിൽക്കരുതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിഷയം അറിയാത്തത് ആയിട്ട് ആരും ഉണ്ടായിട്ടില്ലെന്നാണ് അർത്ഥം. അങ്ങനെ നോക്കുമ്പോ ഈ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടിരിക്കുന്ന ഈ രേണുവും പ്രതീഷും ഇത് അറിഞ്ഞില്ല എന്ന് പറയുമ്പോഴത്തേക്കും അത് വിശ്വസിക്കാൻ ഭയങ്കര പാടാണ്. പ്രമോഷൻ പരിപാടിയാണ്, നല്ല പൈസ കയ്യിൽ തടയുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇവർ ഈ പരിപാടിക്ക് പോയത്. എന്നിട്ട് പിന്നെ പറയുന്നത് എനിക്കൊന്നും അറിയാത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ യാതൊരു ലോജിക്കും ഇല്ല. എന്തായാലും ബാക്കിയും കൂടെ കേട്ടു നോക്കാം. വിളിച്ച ആൾക്കാർ പറഞ്ഞിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പറഞ്ഞത് അവരുടെ ആൾക്കാർ പറഞ്ഞാൽ അതിന്റെ അറിയുന്ന ആൾക്കാര് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ആ വീട് എങ്ങനെയെങ്കിലും സെയിൽ ചെയ്യണം. അപ്പോൾ അതിനായിട്ടുള്ള ഒരു സംഭവമാണ്, ഒരു ഏർപ്പാടാണ് ഇപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല, നിങ്ങൾ ജസ്റ്റ് വീഡിയോ എടുത്ത് തന്നാൽ മാത്രം മതി, അതാണ് പറഞ്ഞായിരുന്നു. പക്ഷെ ഈ സംഭവം നിങ്ങൾ ആ പ്രൊമോഷൻ വീഡിയോയിലൊന്നും മെൻഷൻ പോലും ചെയ്തില്ലല്ലോ. അതായത് ഇങ്ങനെ കടം കയറി ആകെ പ്രശ്നമായിട്ട് ഇരിക്കുന്ന ഒരു കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്നെങ്കിലും ഒന്ന് പറയാമായിരുന്നു. അതുപോലും ഇവര് പറഞ്ഞില്ല. ഇനിയിപ്പോ പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നും ഇല്ല കേട്ടോ. അതായത് എങ്ങനെ നോക്കിയാലും ഇതൊരു ഇല്ലീഗൽ പരിപാടി തന്നെയാണ്. ഇങ്ങനെ ഒരു നറുക്കെടുപ്പ് നടത്താനായിട്ട് കേരളത്തിൽ അനുവദനീയമല്ല. കുഞ്ഞാൻ പാണ്ടിക്കാടിന്റെ ആ ഒരു വിഷയം തന്നെ മലപ്പുറം SP നേരിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. ബാക്കി കൂടെ കണ്ടു നമ്മൾ ആ സംഭവം പോയി ചെയ്തത്. പക്ഷെ ഇപ്പൊ ഇത്രയും അതൊരു സംഭവം എന്നുള്ളത് നമ്മളൊരിക്കലും വിചാരിച്ചില്ല. ഞാനാണെങ്കിലും രേണു ആണെങ്കിലും വിചാരിച്ചില്ല. പക്ഷെ എന്തായാലും എന്തൊക്കെയായിരുന്നാലും തെറ്റ് തന്നെയാണ്. നമ്മുടെ ഭാഗത്ത് അവർ തെറ്റ് പറ്റിപ്പോയി. പക്ഷെ നമ്മുടെ അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അവരുടെ സ്ഥലത്ത് അവരുടെ ആ ആൾക്കാർ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര കടം കയറി നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് വന്നിട്ടൊരു വീഡിയോ നിങ്ങൾ ചെയ്തു തരണം എന്നായിരുന്നു നമ്മളടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ശരി, കുഴപ്പമില്ല, നമ്മൾ വന്നിട്ട് അത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മളോട് എത്തിയത്. പക്ഷെ അവരെപ്പോൾ നമ്മുടെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം പറഞ്ഞാൽ വീഡിയോ
നമ്മുടെ ഇവിടുന്ന് നമ്മളത് പറയണ സമയത്തും നമ്മൾ അവിടെ എത്തുന്ന വരെ നമ്മുടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയിൽ അവരും നിൽക്കും. കാരണം ഇപ്പോ ആരാണോ പ്രോപ്പർട്ടി, ആരുടെയാണോ സ്ഥലം, അവർക്ക് ആ വയ്യാതിരിക്കുന്ന ആൾക്കാർ അവരാരാണോ അവരും വീടിന്റെ മുന്നിൽ നിൽക്കും എന്നാണ് നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവിടെ എത്തിയ സമയത്ത് അവർ പറഞ്ഞിരുന്നു അവർ നിൽക്കുന്നില്ല, നിങ്ങൾ ജസ്റ്റ് എങ്ങനെയും ഒരു മിനിറ്റിന്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തു തരണം പറഞ്ഞു. വേറെ നമുക്ക് നിവർത്തി ഉണ്ടായിരുന്നില്ല. കാരണം അത്ര നേരം നമ്മളും വിചാരിച്ചത് അവർ നിൽക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത് ഓക്കെ പറഞ്ഞിട്ട് നമ്മൾ പോയത്. പക്ഷെ അവർ പറഞ്ഞത് അവരവിടെ എത്തിയ സമയത്ത് നമ്മളത് അവർ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. ശരി, എന്തായാലും വന്നതല്ലേ കൊണ്ട് നമ്മൾ വീഡിയോ എടുത്തു. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഇപ്പൊ ആ വീടിന്റെ ഓണർ വരെ എല്ലാത്തിനും കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാണ് ഈ വീഡിയോ ചെയ്യാൻ പോയെന്നൊക്കെയാണ് പ്രതീക്ഷ പറയുന്നത്. പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേക്കും വീഡിയോയിൽ നിൽക്കാനൊന്നും അവർ തയ്യാറായില്ല. ഇതൊരു ജെനുവിൻ കേസാണെങ്കിൽ, അതായത് കടബാധ്യത കൊണ്ടാണ് ഈ വീട്ടുകാർ ഇങ്ങനെ ഒരു നറുക്കെടുപ്പ് എടുക്കാൻ തയ്യാറായതെങ്കിൽ, ആ ഒരു കാര്യം വഴിയാണ് ഈ വീട് വിൽക്കാൻ ശ്രമിച്ചതെങ്കിൽ ചിലപ്പോൾ നാണക്കേട് ഓർത്തിട്ടായിരിക്കും വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര മോശമല്ലേ എന്നൊക്കെ ഓർത്തിട്ടായിരിക്കും വീഡിയോയിൽ നിൽക്കാഞ്ഞത്. അല്ലെങ്കിൽ ഇത് മറ്റൊരു വലിയ തട്ടിപ്പിന് ഒരുക്കമായിരിക്കാം. എന്തായാലും ഇതിന് പിന്നിൽ ആരാണ്, എന്താണ് സംഭവം എന്ന് പോലും ആർക്കും അറിയത്തില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ആ വീടിന്റെ ഒരു വീഡിയോയും പിന്നെ അല്ലാതെ ആ ഒരു ഫോൺ നമ്പർ താഴത്ത് മെൻഷൻ ചെയ്ത് അല്ലാതെ വേറൊന്നും ആ വീഡിയോയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആരൊക്കെയാണ് ഇതിന് പിന്നിലെന്ന് ആർക്കും അറിയാൻ സാധിച്ചില്ല. ഈ നറുക്കെടുപ്പിന് പിന്നിലുണ്ടായ ആൾക്കാരെ എല്ലാരെയും നമ്മുടെ സീക്രട്ട് ഏജന്റ് ആയിട്ടുള്ള നമ്മുടെ സായി കൃഷ്ണ ആയിട്ടുള്ള പുള്ളിക്കാരൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവര് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോൺ എടുത്താണ് ആ വീട് വെച്ചത്. അപ്പൊ അത് തിരിച്ചടയ്ക്കാനാവാതെ ജപ്തി ഭീഷണി അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ പറഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജപ്തി ഭീഷണി നേരിടുന്ന ആ ഒരു വീടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും കൂപ്പൺ വാങ്ങിയില്ലെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് പറയാത്തതെന്നാണ് പറഞ്ഞത്. അപ്പൊ എങ്ങനെ നോക്കിയാലും ഇതൊരു തട്ടിപ്പ് തന്നെയാണ്. ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഉള്ള സത്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. കാരണം നാട്ടുകാരുടെ പൈസ കൊണ്ടാണ് നിങ്ങൾ കളിക്കുന്നത്. ശരിക്കും ഈ പരിപാടി നല്ല രീതിയിൽ വർക്കായി കഴിഞ്ഞാൽ ലക്ഷങ്ങളാണ് ലാഭം ഉണ്ടാകാൻ പോകുന്നത്. കൂപ്പൺ വാങ്ങാനാണെങ്കിൽ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാവും. പോയാൽ 500 രൂപ, കിട്ടിയാൽ ഒരു വീട്, ഒരു കാറ്, ഇങ്ങനെ വിചാരിച്ച് കൂപ്പൺ എടുക്കുന്ന ഒരുപാട് സാധാരണക്കാരുകളും ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ. 30,000 ടിക്കറ്റ് വിറ്റാൽ തന്നെ 1 കോടി രൂപ, ഒരു 20,000 ടിക്കറ്റ് വിറ്റാൽ തന്നെ 1 കോടി രൂപയായി. ഇപ്പൊ ആ വീടിന്റെ പൈസയും പിന്നെ കാറും ബൈക്കും ഒക്കെ വാങ്ങുന്ന ആ ഒരു പൈസയും കഴിഞ്ഞാലും ബാക്കിയും കുറെ പൈസ ഉണ്ടാവും. 20,000 എന്ന് പറഞ്ഞാൽ ഞാനൊരു ചുമ്മാ ജസ്റ്റ് ഒരു സംഖ്യ പറഞ്ഞതേ ഉള്ളൂ. അതിൽ കൂടുതൽ എന്തായാലും പോകുമല്ലോ. അതിലും കൂടുതൽ എത്രയോ ടിക്കറ്റുകൾ സിമ്പിൾ ആയിട്ട് വിറ്റുപോകും, ഷുവർ ആണ്. മൊത്തത്തിൽ പറയുവാണെങ്കിൽ ഇതൊരു കടം വീട്ടിൽ മാത്രമല്ല, ഒരു ലോട്ടറി തന്നെയാണ്. വലിയൊരു ലാഭം കിട്ടുന്ന ലോട്ടറി. പ്രതീക്ഷന് പറയുന്നത് എന്താണെന്ന് ബാക്കിയും കൂടെ കേട്ടു നോക്കാം. വീഡിയോ എടുത്തിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തു ഏറിപ്പോയി ഒരു 4 മണിക്കൂറിനുള്ളിൽ തന്നെ 4-5 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ ആ വീഡിയോന്റെ ഗൗരവം മനസ്സിലാക്കി നമ്മൾ ആ തെറ്റ് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞായിരുന്നു. അപ്പോൾ ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. നമ്മൾ പേഴ്സണലായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഒരാളുടെ ഒരു വിഷമവും സങ്കടവും കേട്ട സമയത്ത് നമ്മൾ അത് ചെയ്തു കൊടുത്തതാണ്. ഇത്രയും വലിയൊരു സംഭവങ്ങളാണ്, അല്ല ഇത്രയും കുറെ ആൾക്കാർ എന്നെ വിളിച്ചിട്ട് അതിന്റെ ഗൗരവത്തോടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അതിന്റെ പ്രശ്നങ്ങളും അതിന്റെ ബാക്കിലുള്ള സംഭവങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിയത്. അപ്പോ പ്രതീക്ഷ മാപ്പ് പറഞ്ഞു. എന്തായാലും നല്ല കാര്യം, തെറ്റ് മനസ്സിലാക്കി മാപ്പ് പറയാനുള്ള ആ ഒരു മനസ്സ് കാണിച്ചല്ലോ, നല്ല കാര്യം. പക്ഷെ നമ്മുടെ രേണുവിന്റെ സ്ഥിതി അതല്ല കേട്ടോ. രേണു ആരാ മോള്? അപ്പം പറയില്ല, ഒരു കോപ്പും പറയില്ല. രേണു ആള് മാസല്ലേ. എന്തായാലും രേണു പറയുന്നതും കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. ഹലോ, നമസ്കാരം. ഞാൻ രേണുസുതിയാണ്. അപ്പം ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ തട്ടിപ്പിന് കൂട്ടുന്നു, ലോട്ടറിയുടെ ഇതെന്നൊക്കെ പറഞ്ഞ ഭയങ്കര രേണുസുതി തട്ടിപ്പിന് കൂട്ടുന്ന പരസ്യം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ഉള്ള കാര്യം പറയാം. ഞാനും എൻ്റെ കൂടെ അഭിനയിച്ച പ്രതീക്ഷമായിട്ട് ഞങ്ങൾ ഒരു ആർട്ടിസ്റ്റുകളാണ്. ഞങ്ങൾ എന്താ പറയുക, ഷൂട്ടിന് പോയി ആ ഒരു ഫാമിലിയെ സഹായിക്കണം, അവരുടെ വീട് വിറ്റ് കൊടുക്കണം. അതിന് നമ്മൾ ഒരു പരസ്യം പറയണമെന്ന് പറഞ്ഞാണ് നമ്മൾ അവിടെ ചെന്നത്. ആ ഫാമിലി മുന്നോട്ട് വരാൻ നേട്ടതാണ്. പക്ഷെ അന്ന് അവർ ക്യാമറ വന്നപ്പോൾ തന്നെ അവർ ഫേസ് ചെയ്തില്ല. അവർ പറഞ്ഞു നിങ്ങൾ തന്നെ പറഞ്ഞോളൂ എന്നാണ് പറഞ്ഞത് പരസ്യം. അല്ലാതെ ഞങ്ങൾ ആർക്കും തട്ടിപ്പിനും കൂട്ടുന്നില്ല. അത് തട്ടിപ്പേ അല്ല. പിന്നെ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ഒന്നും അറിയില്ല. ഇങ്ങനെ ലോട്ടറി, ലക്കി സ്റ്റാർ, അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങൾ നടക്കുന്നത് നമുക്ക് അറിയില്ലായിരുന്നു. ഇതിങ്ങനെ അറിഞ്ഞപ്പോൾ തന്നെ ഇത് പ്രശ്നമാകുമെന്ന് അറിഞ്ഞപ്പോൾ, ഇത് കുറെ പ്രശ്നമാകുമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാനാണെങ്കിലും പ്രതീക്ഷയുള്ള ഞങ്ങളുടെ പേജിൽ നിന്ന് അത് കൊളാബ് ഞങ്ങൾ കളഞ്ഞതുമാണ്. ഇതാണ് ഇതിന്റെ സത്യം. ഓഹോ, അതാണല്ലേ സത്യം. എന്തായാലും പറഞ്ഞത് നന്നായി കേട്ടോ. തെറ്റ് പറ്റിപ്പോയെന്ന് മാത്രം സമ്മതിച്ചു തരരുത്. തട്ടിപ്പിന് കൂട്ടു നിന്നിട്ടില്ല, ഞങ്ങൾ ഒന്നും അറിഞ്ഞില്ല, ഞങ്ങൾ ഒന്നും അറിയാതെയാണ് ചെയ്തത് എന്ന് പറഞ്ഞ് ന്യായീകരിച്ച് മെഴുകുകയാണ് പുള്ളിക്കാരി. അല്ല, ഞാൻ ചോദിക്കുന്നില്ല ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടോന്ന്. എന്നുള്ള കാര്യം നേരത്തെ തന്നെ മനസ്സിലായല്ലോ. എങ്ങനെ സാധിക്കുന്നു ഇവിടെ ഇതിനൊക്കെ? ഇത് നിങ്ങളുടെ ഇന്റർവ്യൂ കണ്ടും അതുപോലെ തന്നെ റീൽസ് കണ്ടും ട്രോളുന്നവർക്കുള്ള മറുപടി അല്ല എന്ന് മനസ്സിലായി. മറുപടി അല്ല പറയുന്നതെന്ന് നിങ്ങൾ ഓർക്കണം. ഒരു തട്ടിപ്പിന് കൂട്ടു നിന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ തന്നെയാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് ഓർക്കണം. അതിന്റെ ഒരു സീരിയസ്നെസ് എങ്കിലും കാണിക്കണ്ടേ? അല്ല, പിന്നെ നിങ്ങൾ ഇന്റർവ്യൂലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്ത് പറഞ്ഞാലും ആരെന്ത് പറഞ്ഞാലും എന്റെ രോമത്തിൽ പോലും കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞ പോലെ പറയുന്ന ആ ഒരു ഇത് കേട്ടിട്ടുണ്ട് നമ്മൾ. അതുപോലെ
ഇതിൽ വന്ന് പറഞ്ഞിരുന്നിട്ട് യാതൊരു കാര്യമില്ല. തെറ്റ് പറ്റിയെങ്കിൽ അത് അംഗീകരിക്കാനെങ്കിലും പഠിക്കും. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതിന്റെ പുറകിൽ ഇങ്ങനെ ഒരു തട്ടിപ്പുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് തടി ഊരാവുന്ന രേണു സ്വപ്നത്തിൽ പോലും കരുതണ്ട. നിങ്ങളുടെ വീഡിയോ കണ്ട് ഒരാളെങ്കിൽ ഒരാൾ ആ കൂപ്പൺ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ പൈസ കൊടുക്കേണ്ടത് നിങ്ങളുടെയും കൂടെ ഉത്തരവാദിത്വമാണ്. അതെന്തായാലും മറക്കണ്ട. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.